നീതിക്കായി നിയമങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അത് പരിശോധിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് എന്ന് പൊതുസമൂഹത്തിൻ്റെ നീതിബോധത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഉണർത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അവരോടൊപ്പം മരണപ്പെടുന്ന കുട്ടികൾ അവരെ 100% കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ആ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള പ്രതികൾ ആരൊക്കെയാണെങ്കിലും ശരി അവർ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ശക്തമായിട്ട് വന്നിരുന്നു. അത്തരം സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ കുറേ പേര് കൂടി മനുഷ്യാവകാശ പ്രവർത്തകരായിട്ടുള്ള കുറച്ച് പേര് കൂടി ഒരു വർഷം മുമ്പ് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനുമൊക്കെ ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു നിവേദനം നൽകിയിരുന്നു. പക്ഷേ കാര്യമായ പുരോഗതി എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഇക്കാര്യങ്ങൾ ഒന്നുകൂടി ഉണർത്തുന്നത്. അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്ന 2 ഉദാഹരണങ്ങൾ സഹിതമാണ്. നമുക്കറിയാം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഈ ലോകത്ത് സർവ്വസാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകളിലെ കൊലപാതകങ്ങളിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ 2 ഉദാഹരണങ്ങൾ അന്ന് ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലുകൾ അതാണ് ഇതിന് അടിസ്ഥാനമായിട്ട് പറയുന്നത്. അതായത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വന്നിരുന്ന 2 സംഭവവികാസങ്ങളാണ്. ഒന്ന്, കോട്ടയം ഏറ്റുമാനൂരിൽ പാഞ്ഞു വന്ന ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനി 2 കുട്ടികളും. ആ കുട്ടികളുടെ പേര് ഒന്ന് അലീന 12 വയസ്സ്, ഇവാന 10 വയസ്സ്. അതായത് ഒരു നേഴ്സായിരുന്ന ചുങ്കത്ത് വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന ചുങ്കച്ചേരിയിൽ കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തു കൊടുത്തിരുന്ന ഷൈനിയും ആ ഷൈനിയുടെ 2 മക്കൾ അലീന 12 വയസ്സ്, ഇവാന 10 വയസ്സ് പാഞ്ഞു വന്ന ട്രെയിനിൻ്റെ മുന്നിൽ നിന്ന് ജീവിതം അവസാനിപ്പിച്ച ആ ഒരു സംഭവം അത് കേരള മനസാക്ഷിയെ ഒട്ടനേകം ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പലരും അത് മറന്നുപോയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കാം. എന്താണെങ്കിലും ആ ഒരു സംഭവം അത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ ചാർജ് ചെയ്തിരിക്കുന്നൊരു കേസാണ്. ക്രൈം നമ്പർ 291/2025 പ്രകാരം അതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചു. ഇപ്പോൾ സെഷൻസ് കോടതിയിൽ അതിൻ്റെ വിചാരണയും മറ്റു കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് അറിവ് നടക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് ആ അമ്മയും 2 കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ പറയപ്പെടുമ്പോൾ ആ കുട്ടികൾ ഒരു കാരണവശാലും ആത്മഹത്യയല്ല, അത് കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ ആർക്കും. അത് ഒന്ന്. മറ്റൊന്ന്, അതേ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ 2025 ഏപ്രിൽ 15 ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന നീറിക്കാട് തൊണ്ണമാക്കൽ ജിമ്മി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ അഡ്വക്കേറ്റ് ജിസ്മോളും ആ ജിസ്മോളുടെ 2 കുട്ടികളും, അതായത് നേഹ 4 വയസ്സ്, നോറ 1 വയസ്സും 2 മാസവും, അവർ മീനച്ചിലാറ്റിൽ പുഴയിൽ അവരുടെ മൃതദേഹം കാണപ്പെട്ട സംഭവം അത് ഇതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ ക്രൈം നമ്പർ 499/2025 പ്രകാരം അതിൻ്റെ കുറ്റപത്രം, അത് ക്രൈംബ്രാഞ്ചാണ് ആ കേസ് അന്വേഷിക്കുന്നത്, കുറ്റപത്രത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതായിട്ടും വന്നിരിക്കുന്നു. ഈ 2 സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടികൾ കൊല്ലപ്പെടുന്നു, അതായത് ഈ 4 കുട്ടികൾ ശരിക്കും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അനേക സംഭവങ്ങൾ അങ്ങനെയുണ്ട്. ഇത് ഉദാഹരണങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇതിനകത്ത് പ്രതികളുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ കൊല്ലപ്പെടുമ്പോൾ ആണ് അതിന് ഉത്തരവാദികൾ? അവർ കൊലയാളികളാണല്ലോ, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഇവിടെയും ഈ 4 കുട്ടികളുടെ കാര്യമാണ് നമ്മൾ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 4 കുട്ടികൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. കാരണം ഈ കുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു പക്വതയോ വന്നിട്ടില്ല. കാരണം ഈ ഷൈനിയുടെ ആണെങ്കിൽ 2 കുഞ്ഞുമക്കളാണ്, ഈ ജിസ്മോളിലെ ആണെങ്കിൽ 2 കുഞ്ഞുങ്ങൾ മക്കളാണ്. അപ്പോൾ അതിനകത്ത് കൊലപാതകി ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അത് പൊതുസമൂഹം ചർച്ച ചെയ്യണ്ടേ? ഈ അമ്മമാർ മാത്രമാണോ കൊലപാതകി? നമുക്കറിയാം ഇതിനകത്ത് ഈ ഷൈനിയുടെ വിഷയം തന്നെ നമുക്ക് ആദ്യം എടുക്കാം. ഈ ഷൈനിയുടെ ആ കുട്ടികളുടെ മരണത്തിന് ഉത്തരവാദിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഷൈനിയുടെ ഭർത്താവും ആ കുട്ടികളുടെ പിതാവുമായിട്ടുള്ള നോബിയാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല.
അത് അതിൻ്റെ നാൾ വഴികളെ പറ്റിയും കുറേയധികം കാര്യങ്ങളെ പറ്റിയും പൊതുസമൂഹം ഒട്ടനവധി ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ചെറിയ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോവി എന്ന നരാധവൻ്റെയും ആ നോവി എന്ന നരാധവനായിട്ടുള്ള ഭർത്താവോ അല്ലെങ്കിൽ കുട്ടികളുടെ പിതാവായിട്ടുള്ള നോബിയും അതുപോലെ തന്നെ നോബിയുടെ സഹോദരനായിട്ടുള്ള ഒരു ബോബി ചേരിയിൽ എന്ന് പറയുന്ന ഒരു വെള്ളനൈറ്റി കുപ്പായക്കാരനായിട്ടുള്ള ഒരു പുരോഹിത വേഷധാരി, ഒരു കൊടും ക്രൂര ക്രിമിനൽ എന്ന് തന്നെ പറയാവുന്ന ആ ഒരു വ്യക്തിയുടെയും ഇടപെടലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷൈനിയുടെയും ആ 2 കുഞ്ഞുങ്ങളുടെ ജീവനെ ഇല്ലാണ്ടാക്കിയത്. അതിനേക്കാളെല്ലാം ഉപരി അതിനകത്ത് പൊതുസമൂഹം എടുത്ത് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഷൈനിയുടെ പേരിലുള്ള 2 വാഹനങ്ങളും ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊലപാതകയായ അല്ലെങ്കിൽ ഇതിനകത്ത് പ്രതിയാക്കപ്പെട്ട ഈ നോവിയാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിലനിൽക്കുന്ന നിയമപ്രകാരം ഈ ഷൈനിയുടെ വസ്തുവകളുടെ അവകാശിയായിട്ട് വരുന്നത് അവരുടെ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ ആ ഷൈനിയുടെ സർവ്വ മുതലുകളും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഈ നോബി എന്ന ഈ ക്രിമിനലാണ്. അതുപോലെ തന്നെ ഷൈനിയെ വിവാഹം ചെയ്ത് കൊടുത്തിരുന്ന സന്ദർഭത്തിൽ ആ ഷൈനിക്ക് മാതാപിതാക്കൾ കൊടുത്തിരുന്ന പണ്ട് കാലത്ത് ശ്രീധനം എന്ന് പറയും, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷൈനിക്ക് കൊടുത്തിരുന്ന കുടുംബ ഓഹരി എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാവുന്ന രീതിയിൽ കൊടുത്തിരുന്ന സ്വർണവും പണവും എല്ലാം ഉപയോഗിക്കുന്നത് ഈ പ്രതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് അവരെ ഇല്ലാതാക്കിയ ആ കൊടും ക്രൂരരായിട്ടുള്ള പ്രതികൾ തന്നെ അവർക്ക് അർഹതപ്പെട്ട മുതലുകൾക്ക് കൈകാര്യം ചെയ്യുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിലനിൽക്കുന്ന പിന്തുടർച്ച അവകാശ പ്രകാരം ഭർത്താവിനാണ് അതിനുള്ള അധികാരമോ അവകാശമോ, ഭർത്താവോ മകനോ ഉണ്ടെങ്കിൽ അല്ലെ മക്കളോ ഉണ്ടെങ്കിൽ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഷൈനിയുടെയും അതുപോലെ തന്നെ ഈ ഷൈനിക്ക് കൊടുത്തിരിക്കുന്ന ആ മുതൽ അത് അവരുടെ ഭർത്താവ് ഉപയോഗിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞു വരുന്ന വിഷയം അത് അതിൻ്റെ നിയമവശങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്താണെങ്കിലും ശരി, അത് നീതീകരിക്കാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് പൊതുസമൂഹം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുന്നു. നമ്മളിവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം അതല്ല, ഈ കുട്ടികളുടെ കൊലയാളിയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, അല്ലേ? ആ കുട്ടികളെ കൊല്ലപ്പെടുകയല്ലേ ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമല്ലല്ലോ അവിടെ നിലനിൽക്കേണ്ടത്. നമുക്കറിയാം ഇപ്പം നോവിക്കെതിരെ എടുത്തിരിക്കുന്ന ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലനിൽക്കുന്ന കേസ്. ആകെപ്പാടെ ഒരു 10-15 ദിവസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ആ കേസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അയാൾ ജാമ്യം എടുത്തിപ്പോൾ വളരെ സമൂഹത്തിൽ മാന്യനായിട്ട് വിലസി നടക്കുന്നു. ഇനി അടുത്ത കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതേ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവമാണ് ഈ 2025 ഏപ്രിൽ 15 നടന്നിരിക്കുന്ന കോട്ടയം നീറിക്കാട് തൊണ്ണം മൈക്കൽ വീട്ടിൽ ജിമ്മി ജോസഫിൻ്റെ ഭാര്യയായിട്ടുള്ള അഡ്വക്കേറ്റ് ജിസ്മോളും 2 കുഞ്ഞുങ്ങളും നേഹ നോറ. നേഹയ്ക്ക് 4 വയസ്സും നോറയ്ക്ക് 1 വയസ്സും 2 മാസവും. അവിടെയും ഇനി ഇത് അവരുടെ 3 പേരുടെയും കൊലപാതകമാണെന്നാണ് പറയപ്പെടുന്നത്. പൊതുസമൂഹം അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇനി ആത്മഹത്യ ആണ് എങ്കിൽ പോലും ഈ കുട്ടികൾ കൊല്ലപ്പെടുകയല്ലേ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളുടെ കൊലയാളികളിൽ ഈ അമ്മ മാത്രമാണോ ഉത്തരവാദി? അവിടെ മറ്റാർക്കും സ്ഥാനമില്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ? അപ്പോൾ ഈ ഒരു വിവരണങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഒക്കെ ഇതിനകത്തൊരു നിയമ പുനർവിചിന്തനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കാരണം ഈ കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിനകത്ത് 100% വ്യക്തമാണ്. ആ കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ കൊലയാളികൾ ആരൊക്കെ ഉണ്ടെങ്കിലും അവർ കൊലയാളികളായിട്ട് തന്നെ കാണണം. കൊലപാതക കേസായിട്ട് തന്നെ അതെടുത്ത് ആ കൊലപാതക കേസിനകത്ത് അതിന് ഉത്തരവാദികളായിട്ടുള്ളവരെല്ലാം ശിക്ഷിക്കപ്പെടണം. ഏതെങ്കിലും ഒരു പ്രതി അതിനകത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരൊഴിച്ച് ജീവിച്ചിരിക്കുന്ന പ്രതികൾ ശിക്ഷിക്കപ്പെടാൻ ബാധ്യസ്ഥരല്ലേ, അർഹരല്ലേ? അങ്ങനെയല്ലേ ഇവിടെ നീതി നടപ്പാക്കേണ്ടത്. ആ ഒരു കാര്യങ്ങളാണ് ഞങ്ങൾ ഏറ്റവും ശക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിയും ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. കാരണം ഇതിവിടെ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഈ ഒരു 2 സംഭവങ്ങൾ ഞങ്ങൾ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് മാത്രം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിക്രൂരമായ മാനസികത്തിന് ഉടമയായിട്ടുള്ള പ്രതികൾ അവർക്ക് കൊല്ലാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന വ്യക്തികളെ അതിക്രൂരമായിട്ട് മാനസികമായിട്ട് അവരെ പീഡിപ്പിച്ച് മാനസികമായിട്ട് ശാരീരികമായിട്ട് സാമൂഹികപരമായിട്ട് എല്ലാ രീതിയിലും പീഡിപ്പിച്ച് ഇല്ലാതാക്കുന്നു. അതായത് ആത്മഹത്യ ചെയ്യിക്കാനായിട്ട് ഇവരെ ഉന്തി തള്ളിവിട്ട് അവരെ കൊല്ലുന്നതിന്, അതായത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം
അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൊലപാതകത്തിനകത്ത് ഈ പ്രതികളായിട്ട് വരുന്നതിനകത്ത് ചിലപ്പോൾ ഈ അമ്മ അതിനകത്തൊരു പ്രതി തന്നെയാണ്, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. ഫിസിക്കലായിട്ട് ചിലപ്പോൾ അങ്ങനെയുണ്ട് എങ്കിൽ അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അമ്മയാണ്. ആ കാര്യത്തിൽ നമ്മൾ തർക്കമൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ആദ്യത്തെ കേസിനകത്ത്, ഷൈനിയുടെ കേസിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് കുട്ടികളെ കൊണ്ടുപോയി ട്രെയിനിൻ്റെ മുന്നിൽ ചാടുന്നത്. ആ സന്ദർഭത്തിൽ പ്രതിയായ നോവയുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ശരിക്കുള്ള പ്രതി എന്ന് പറയുന്നത് നോവി തന്നെയല്ലേ? അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ പ്രതിയായ നോവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കുട്ടികളുടെ കൊലപാതകത്തിൽ കൊലയാളി എന്ന നിലയിൽ തന്നെ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? അതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. അപ്പം അതിനങ്ങനെയാണെങ്കിൽ ഇവിടെ നിയമപരിരക്ഷ അല്ലെങ്കിൽ നിയമ സംവിധാനം പുനഃക്രമീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത്. അതുതന്നെയാണ് ഈ ജിസ്മോളുടെ വിഷയത്തിനകത്തും. കാരണം ജിസ്മോളിലെ ഉൾപ്പെടെയുള്ള ജിസ്മോളെയും നേഹയെയും നോറയെയും ഭർത്തൃ വീട്ടുകാരും കൂടി കൊലപ്പെടുത്തി പുഴയിൽ കൊണ്ട് തള്ളി എന്നുള്ളതാണ് പൊതുസമൂഹം കാണുന്നത്. എന്താണെങ്കിലും ശരി, അതിൻ്റെ അന്വേഷണം ക്രൈം ബ്രാഞ്ച് ഏറ്റെടുത്ത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ സത്യം എന്താണ് എന്നുള്ളത് നമുക്ക് കോടതി മുഖാന്തരം മാത്രമേ നമുക്കിനി പുറത്തേക്ക് വരുള്ളൂ. അവിടെയും ഈ കുട്ടികളെ ഏതാണെങ്കിലും കൊലപ്പെടുത്തിയിരിക്കുകയാണെന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും തർക്കമില്ലല്ലോ. അങ്ങനെയാണ് എങ്കിൽ ആ കുട്ടികളെ കൊലപ്പെടുത്തിയതിനകത്ത് അമ്മ മാത്രമാണോ ഉത്തരവാദി? ആ അമ്മയെ നിർബന്ധിച്ച് ആ കുട്ടികളെ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ജിസ്മോളുടെ ഭർത്താവായ ഈ ജിമ്മി ജോസഫും, അതുപോലെ തന്നെ ജിമ്മിയുടെ ഫാദറായ ജോസഫും, അതുപോലെ തന്നെ ജിമ്മിയുടെ കുടുംബക്കാരുമല്ലേ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം അതിനകത്ത് പ്രതികളല്ലേ, ഉത്തരവാദികളല്ലേ? അവരൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? ഈ ഒരു കാര്യത്തിനകത്ത് നീതിബോധമുള്ള പൊതുസമൂഹം ശക്തമായിട്ട് ഈ ഒരു ആവശ്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഇവിടെ നിയമ സംവിധാനം, സർക്കാർ സംവിധാനം ഇതിനകത്ത് വേണ്ട ജാഗ്രത കാണിക്കുന്നില്ല എന്നുള്ളതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. എന്താണെങ്കിലും ഇതിൽ നിന്നെല്ലാം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിക്രൂരമായ രീതിയിൽ മനുഷ്യരെ, അതായത് ജീവിത പങ്കാളിനെയോ അല്ലെങ്കിൽ മക്കളെയോ കൊലപ്പെടുത്തിയതിന് ശേഷം അവർ ഉപയോഗിക്കേണ്ട അല്ലെ അവർക്ക് അർഹതപ്പെട്ട മുതലുകൾ പോലും ഈ കൊടും ക്രൂരരായിട്ടുള്ള പ്രതികൾ അതിൻ്റെ അവകാശികളായിട്ട് അത് അനുഭവിച്ച് ആർമാദിക്കുന്നു എന്നുള്ള വളരെ എന്താ പറയുക, വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടി ഇവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നത് നമ്മുടെ നീതിബോധത്തെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.